പഠിച്ചോ. തെർബിയത്ത് എന്നതിന് ഇസ്തിലാഹിയായ വലിയ ഒരു പ്രയോഗമുണ്ട്, ഭാഷാപരമായ പ്രയോഗമുണ്ട്. അതാ നേരത്തെ അറബി മുറബി എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് മുറബി എന്ന് പറയുമ്പോഴേക്ക് അതേ മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ, അതുപോലെ തന്നെ എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞ മഖാമിലുള്ള തെർബിയത്തൊന്ന് വേറെയാണ്, പണ്ഡിതന്മാര് ചെയ്യുന്ന തെർബിയത്തൊന്ന് വേറെയാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ, ഞങ്ങളെല്ലാം തെർബിയത്ത് ഞങ്ങളെ ശിഷ്യന്മാരെ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ഉസ്താദുമാരെ തെർബിയത്ത് ചെയ്യുന്നുണ്ട്. അത് മഹാന്മാർക്ക് വഫാത്തിന് ശേഷവും മുമ്പുമുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിക്കാത്തതാണ്. നിങ്ങൾക്ക് പറ്റിയ മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. പറയട്ടെ, ഈ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ നൂരിഷയെ കൊണ്ടെടുത്ത തീരുമാനമെടുത്താൽ, കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചെടുത്താൽ, ആ രണ്ട് മഹാന്മാർക്കും ഒന്നും സംഭവിക്കാനില്ല. തീരുമാനിക്കുന്ന നിങ്ങളെ ഫീസൂറും കേട്ടോ, വേറെ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇനി എന്താ ആയുട്ടാലെന്താ? ആയുട്ടാലെന്താ എനിക്ക് മനസ്സിലാകും. നമ്മളൊന്ന് ആയുട്ടാലെന്താ? ഇനി നമ്മളെ ഊര്യാട് നദിവിന്റെ കേട്ടവനെ ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഞാൻ ചോദിക്കുന്നു, കുര്യാട് നദി ആ വാർത്ത ഏത് പേപ്പറിലാണുള്ളത്? ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തിലാ വന്നത്? എതിരാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ, ഏതെങ്കിലും നെറ്റുകൾ, ഏതെങ്കിലും ലഘുലേഖകൾ, ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത്? ചോദിക്കട്ടെ, ആ ശൈഖ് അഹമ്മദ് ഖസറജി ആയിരക്കണക്കിന് മുടിയുണ്ട് എന്റെ കയ്യിൽ, ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടോ? നിങ്ങൾ എന്തിനിങ്ങനെ കള്ളം പറയുന്നത്? അടുത്ത് വെക്കുവാനെ മൂപ്പർക്ക് ഒരു പുതിയ ഉസൂലുണ്ട്, ആ ഉസൂൽ ഒന്ന് പഠിപ്പിച്ചാലേ. ഏതെങ്കിലും വിഷയം നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ ഖണ്ഡിതമായ ജ്ഞാനം അതിൽ നമുക്കുണ്ടാകണം. അത് ഇല്ല എന്നതാണ് ഇവിടെ പരാമൃഷ്ട വിഷയത്തിലുള്ള പ്രശ്നം. മൂപ്പര് പുതിയൊരു തീർച്ചയാക്കിയതാണ്. ഏതെങ്കിലും ഒരു വിഷയം വിശ്വസിക്കണമെങ്കിൽ ഖണ്ഡിതമായ തെളിവ് വേണോ? എന്നാൽ ഈ വാദക്കാർക്ക് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു നിങ്ങൾ ഓതിയ അതേ ആയത്തിന്റെ തഫ്സീറിൽ മറുപടി പറയുന്നു. എന്താ ആയത്ത്? അതേ ആയത്ത് എന്താണ്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈ ആയത്തിന് എന്താണ് വ്യാഖ്യാനം? ഒരുപാട് വ്യാഖ്യാനം ഉദ്ധരിച്ചിട്ടുണ്ട്. വിശ്വാസപരമായ അല്ലാഹുവിനെ കുറിച്ചോ സിഫത്തിനെ കുറിച്ചോ അത്തരത്തിൽ വരുന്ന വിഷയങ്ങൾക്ക് ഖണ്ഡിത തെളിവ് വേണം, ഹഖാണ്. അതേ സമയത്ത് മറ്റുള്ള കർമ്മപരമായ വിഷയങ്ങൾക്ക് അതുപോലുള്ള തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ട തെളിവ് വേണോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഖിയാസിനെ ഖിയാസിനെ തള്ളുന്ന കക്ഷികൾ ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പറയാണ്, അന്നൽ ഹുക്മ ഫിദ്ദീനി, പരിശുദ്ധ ദീനിൽ ഒരു തീരുമാനമെടുക്കൽ ബിമുജറദിൻ ലന്നി, ഖണ്ഡിതമായ ഇൽമു മുതവാത്തിറായ നിലക്കുള്ള ഇൽമല്ല, മറിച്ച് ലന്ന് കൊണ്ട് അതേ കൊടുക്കുന്ന ഇൽമ് സമുദായത്തിലെ ഒരു ഇമാമിനും ഒരാലിമിനും തർക്കമില്ല. അതേ വിധി പറയാൻ അങ്ങനെ ഖണ്ഡിതമാണെന്ന് പറയുന്ന തവാത്തുറിന്റെ അതത് റിപ്പോർട്ട് വേണ്ട. ഇനി മഹാനവറുകൾ അതിന് ഉദാഹരണം പറയുന്നു. കേട്ടോ കേട്ടോ അധികം പറയുമ്പോ നേരല്ല. കൗലു ഹാദിഹി സബീഹത്തി ദബീഹത്തൻ ലിൽ മുസ്ലിം മളലൂനൻ ലാ മഅലൂമുൻ വബിഅൻ വബിനാഉൽ ഹുക്മി അലൈഹി ജായിസ്. നമ്മളൊരു ഹോട്ടലിൽ കയറി, നമുക്ക് ഇറച്ചി മാംസം കൊണ്ടെത്തണം. അപ്പൊ ഇതാരാ അർത്ഥം പഠിച്ചോനെ? നമ്മളതിന്റെ സനതും നോക്കി പോണോ? ഇതാരാ അർത്ഥം നോക്കണോ? മോമിനായ മനുഷ്യൻ കൊണ്ടെത്തന്നാൽ
ഹലാലായ ഇറച്ചിയാന്ന് മനസ്സിലാക്കി തിന്നുന്നതിന് കുഴപ്പമില്ല. നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും ഇതാരർത്ഥം. നമുക്ക് ആളെ തന്നെ ഇരുന്നില്ല, മാംസം കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇയാൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ കൂരിയാട് ഒരു ഹോട്ടലിൽ കയറിയാല് സെനത് ചോദിക്കുക, ഈ ഇറച്ചിന്റെ സെനത് ഏതാ, ആരാ ഇത് അർത്ഥം? ഇനിയും ഇമാം റാസി പറയുന്നത് കേട്ടോ, അൽ ഹുക്മു, ശരിക്ക് കേട്ടോ, അൽ ഹുക്മു അല ശഖ്സിൽ മുഅയ്യനി ബികൗനിഹി മുഅ്മിനൻ മദ്നൂനുൻ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ സത്യവിശ്വാസിയാണ് എന്നതിന്റെ തെളിവ് ലന്നാണ്. അത് തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടതല്ല. അയാളെ കർമ്മങ്ങളും അയാളെ സ്വഭാവവും കണ്ടപ്പോ അയാൾക്ക് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കാണ്, നമുക്ക് ഉറപ്പുണ്ടോ അയാൾ മരിച്ചത് എങ്ങനെയാന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് ആവശ്യമില്ല. പിന്നെയും മഹാനവറുകൾ പറയാണ്, പിന്നെ വൽഇതിമാദു അലാ സദാഖത്തിൽ അസ്ദിഖായി വഅദാബത്തിൽ അഅദാ കുല്ലുഹാ മദ്നൂന. ഒരാള് നമ്മളെ സ്നേഹിതനാണ്, അയാള് നമ്മളെ ചതിക്കൂല എന്ന നിലക്കൊരു സ്നേഹിതൻ ഒരു സാധനം തന്നാൽ അത് സ്വീകരിക്കുന്ന സ്ഥലത്ത് ഖണ്ഡിതമായ തെളിവ് ആവശ്യമില്ല, മറിച്ച് ലന്ന് മതി. ഈ റാസിയൊക്കെ കണ്ടുപഠിച്ച പണ്ഡിതനാ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ടാണ് അഹമ്മദ് ഹസ്റജ് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കേസമാണെന്ന് പറഞ്ഞു തരുമ്പോ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഖണ്ഡിതമായ തെളിവ് ചോദിക്കേണ്ടതില്ല എന്നാ ഇമാം റാസിയുടെ പഠിപ്പിക്കുന്നത്. മൗലവിമാരെ, ഇനിയും 100 വിഷയം പറയാനുണ്ട്. ഇനി ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ. എന്താ മോനെ തെളിവ്? സെനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ, ഉമ്മ പറഞ്ഞ മാത്രം തെളിവാ, അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇല്ല, ഒറ്റ പെണ്ണ് പറഞ്ഞ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല, ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സെനതി ചോദിക്കുക, ഉമ്മാനോട് പറയാ സാക്ഷി വേണം, കുറെ ആള് വേണം. എന്തിന്? എന്റെ ബാപ്പ എന്താണെന്നുള്ള തെളിവേ. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടുന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? ഇനി സുഹൃത്തുക്കളെ, അതേ റാസിയിൽ തന്നെ ആ ആയത്തിന്റെ തഫ്സീർ പറയുന്നുണ്ട്. കള്ളസാക്ഷി പറയരുത്, കള്ളം പറയരുത്, ഗീബത്ത് പറയരുത്. ഇതൊക്കെ ആ ആയത്തിന്റെ തഫ്സീറാണ്. ആ ആയത്തല്ലേ നിങ്ങള് അള്ളാന്റെ ദീനിനെതിരെ ഓതിയത്, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട വിധിക്കെതിരെ ഓതിയത്? കൂരിയാട് നബിയോടാ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇയാള് പറയുന്നേ മർക്കസ് കൊടുത്ത ശൈഖ് കൊടുത്ത സനതുണ്ടല്ലോ, അത് ആട്ടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ്. ഇത് വെറുതെ ആട്ടിനെ പട്ടിയാക്കുന്ന ഒരു ഏർപ്പാടാണ്. ശൈഖ് അഹമ്മദ് ആട്ടിനെ പട്ടിയാക്കിയതാണ് മൂപ്പര് പറയാ. എന്നാൽ തീർന്നില്ല, അതാണ് കേട്ടാ മതി. അടുത്ത വെക്കോനെ, ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ മുടി കെട്ടിക്കൊണ്ട് ആദ്യം വെക്കുന്നത് ഒരു സംശയമില്ല. അയാൾ പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കുരുത്തക്കേട് കെട്ടൂല എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും, പക്ഷെ ഇത് 100% നുണയാണ്, കെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് ഉറപ്പാ. ഉറപ്പ് കിട്ടണേ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെടണമെന്ന് നിങ്ങളെ സുന്നി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലില്ലേ? തവാത്തുർ കൊണ്ട് നിങ്ങൾക്കിത് നുണയാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ നുണയാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞത് 100% നുണയാണ് കേട്ടോ. ഇനി രണ്ടാമത് പറയട്ടെ, തീർന്നില്ല. മൂപ്പര് പറയുന്നേ ഒരു രസമുണ്ട്. മുമ്പ് ഒരാൾക്ക് ഒരു പശുവിനെ വീണിട്ട്, അപ്പൊ അതിന്റെ തലക്കൊരു കയറുണ്ടേ. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ? എനിക്കൊരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ തലക്കൊരു പശു. എന്താ പശുവിനെ കൊടുക്കാൻ വിചാരിച്ചില്ല. ഇതുപോലെ മൂപ്പരൊരു പ്രസംഗം കേട്ടോളികൾ. ഇവര് പറയാണ് ഇതിന് സാക്ഷികളുണ്ട്, സാക്ഷികളൊക്കെ മൂപ്പര മകനും പേരമക്കളൊക്കെയാ. പിന്നെ കൂടെ വന്ന 2 അറബികളുണ്ട്. അത് കേട്ടോളിയ കോലോന്ന് കേട്ടോ. അതിന് ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ 5 ആളുകളും മൂപ്പര കുട്ടികളും പേരക്കുട്ടികളൊക്കെയാണ്. പേര് വായിച്ചാൽ അറിയാം. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, റിയാബ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, മൻസൂർ ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, ഫാരിസ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്. വേറെ കൂടെയുള്ള 2 ആൾക്കാരും. വേറെ കൂടുള്ള 2 ആൾക്കാരും. ആ തലക്കൊരു പശു ഉണ്ട് കേട്ടോ. വേറെ കൂടുള്ള 2 ആൾക്കാരും കളവാ. വേറെ കൂടുള്ള 2 ആൾക്കാരല്ല, ലോക പ്രശസ്ത പണ്ഡിതനായ ബസ്സാം ഇബ്നു ബാറൂദ്. എത്ര കിതാബുണ്ട് അദ്ദേഹം എഴുതിയത്, എത്ര കിതാബിന് തഹ്ലീഖ് അദ്ദേഹം. ആ മഹാനാണ് അതിൽ ഒപ്പിട്ട് ഉസ്താദിനോടുത്ത സനദിൽ. അദ്ദേഹം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ശുദ്ധ കളവ്. അദ്ദേഹം മർക്കസിൽ വന്നിട്ടേ ഇല്ല.
കളവ് മാത്രം പറയാൻ ഞങ്ങൾ കോഴിക്കോട്ട് പരിപാടി വെച്ച് ഇനി വെക്കുവാനെ. അതെ, അത് അറബി വായിക്കുന്നുണ്ട്. സനദിന്റെ സാക്ഷി ഒന്ന് വെച്ച് കേൾപ്പിച്ചു നോക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. المشهود عليه من قبل الشيخ محمد ابن الشيخ أحمد آل هلال الخزرجي والشيخ ذياب بن الشيخ أحمد آل هلال الخزرجي والشيخ منصور بن الشيخ أحمد آل هلال الخزرجي والشيخ فارس بن الشيخ أحمد آل هلال الخزرجي وفضيلة العالم المحقق الشيخ بسام محمد بارود وفضيلة الشريف سيدي بن محمد قاضي التنواجيوي. ബസ്സാം ഇബ്നു ബാറൂദ് അദ്ദേഹം ആരാ? ഈ സനദിൽ ഒപ്പിട്ട സാക്ഷി ഒപ്പിട്ട ബസ്സാം ഇബ്നു ബാറൂദ് ആരാ? എത്ര കിതാബ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്നറിയോ? അബൂദാബിയിലെ മുജമ്മഉ സഖാഫിയിൽ ഉന്നത സ്ഥാനമുള്ള ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം അതിൽ സാക്ഷി ഒപ്പിട്ടത്. നിങ്ങൾ വിചാരിച്ച ഇത് തട്ടിപ്പാണ്? ഇനിയോ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, വന്നു നിങ്ങൾ വെറുതെ പറഞ്ഞ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇനിയിപ്പോ ഞങ്ങൾ തക്കാനാ. ഇനി ഞാനിട്ട് പറഞ്ഞുതരാം. മൂപ്പര് പറയുന്ന കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടത്. എന്റെ കയ്യിൽ ഒരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബ സനദ് വായിച്ചാൽ എന്റെ കയ്യിലൊരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്നതിന് സനദാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഇങ്ങനൊരു വാചകം അദ്ദേഹം പറഞ്ഞതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനൊരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത വാചകം എങ്ങനെ നിങ്ങൾ അയാൾ വെച്ച് കിട്ടിയത് ശൈഖിന്റെ പേരിൽ? അങ്ങനെ വാചകം ആദ്യം കേൾപ്പിക്കും. ഇനിയോ എന്താ ഇതിലുള്ളത്? എല്ലാവർക്കും അറിയാം. ഫഹാദാ സനദും മിന്നി അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി എന്ന് പറഞ്ഞിട്ട് ഈ സനദ് ആദ്യം അള്ളാന്റെ മഹത്വം പറഞ്ഞ്, പിന്നെ റസൂൽ സല്ലല്ലാഹു മഹത്വം പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ? അത് ഉപ്പാപ്പാന്റെ പേര്, അൻസാരികളുടെ പേര് വരെ, അത് സഹാബത്തിന്റെ പേര് വരെ പറഞ്ഞിട്ട് പിന്നെ സനദിന്റെ വാചകം ശേഷം വരികയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി ശരിയാക്കി തരാം. അതും കൂടി ബാക്കിയൂടെ ഒന്ന് കേൾക്കട്ടെ. ഇയാള് പറയുന്നേ, ഇയാള് ഒരാളെ മർക്കസ് പറഞ്ഞേച്ചോളോ, അത് പറഞ്ഞേച്ച് എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ട് പറഞ്ഞേച്ചാണ് പോലും അയാളെന്ത് ആ നിർദ്ദേശം ഒന്നും പാലിക്കാതിരുന്ന് അതൊന്ന് വെച്ചു കൊടുത്താൽ. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തകൻ പോയി. അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ആ വിവരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. പക്ഷേ അരി എത്ര എന്ന് ചോദിച്ചതിന് പയർ അഞ്ഞാഴി എന്നാണ് അവിടെ മറുപടി കിട്ടിയത്. പിന്നീട് നിങ്ങൾ സനദ് തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്ന്, അതുകൊണ്ട് നിങ്ങൾ ഷെയ്ഖുനാനോട് ഒന്നുകൂടി ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാ സനദ് കാണിച്ചു കൊടുക്കാന്ന് വായിച്ചു കൊടുത്തത് ഈ വടക്കേ ഇന്ത്യൻ സനദാ. ഞാൻ ഈ കൂരിയാട് നദീവിനോട് ചോദിക്കുന്നു, നിങ്ങളെ സനദ് തെക്കേ ഇന്ത്യൻ സനദാ? നദീവിന്റെ സനദുണ്ടല്ലോ, അത് തെക്കേ ഇന്ത്യൻ സനദോ വടക്കേ ഇന്ത്യൻ സനദോ? വടക്കേ ഇന്ത്യൻ സനദ് സനദാവൂല. അതേത് കിതാബിലാ പറഞ്ഞു വടക്കേ ഇന്ത്യൻ സനദ് സനദാവൂല? വടക്കേ ഇന്ത്യയിൽ നിന്ന് മഹാന്മാര് കൊടുത്ത ഷറഫാക്കപ്പെട്ട മുടി, അതിന് വടക്കേ ഇന്ത്യയിലുള്ള സനദല്ലേ ഉണ്ടാവുക? നിങ്ങളെ സനദ് തെക്കേ ഇന്ത്യൻ സനദാ? ഇനിയോ മുപ്പരെന്താ പറഞ്ഞേ? ഞാനേ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വന്നല്ലേ എന്ന് ഇയാൾ ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എന്നാ സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അത് മറ്റേയാൾ എന്നെ വിശദീകരിക്കുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാ. അതിന് മുമ്പ് ഇയാൾ നമ്മളൊരു സഫീഹാക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോളി. അതാ ഇപ്പൊ ശരിക്കൊന്ന് തഹ്ഖീഖാക്കാൻ. അത് ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ കൊടുത്തു എന്നാണ് ആ സനദിനെ പറ്റി പറഞ്ഞത്. വല്ലാത്തൊരു സഫാഹത്ത് തന്നെയല്ലത്. ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ ഐദറൂസി തങ്ങന്മാര് തന്നതാന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ബാലവി തങ്ങന്മാര് തന്നതാന്ന് പറഞ്ഞ മാതിരിയാണത്. ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ തങ്ങന്മാരെ വലിയൊരു പരമ്പര അവര് തന്നതാന്ന് പറഞ്ഞാൽ സനദായോ? ഇന്നയാളിൽ നിന്ന് ലഭിച്ച, ഇന്നയാളിൽ നിന്ന് ലഭിച്ച, ഇന്നയാളിൽ നിന്ന് ലഭിച്ച സനദിന്റെ കോലം തിരിഞ്ഞില്ല നിങ്ങൾക്ക്. ഇനി ഞാൻ പറയാ, ഇത് നിങ്ങൾ പട്ടിക്കാടുന്ന് കൊടുക്കുന്ന സനദാ, പട്ടിക്കാടുന്ന് കൊടുക്കുന്ന സനദാണ്. അൽ ഇജാസത്തുൽ മുസ്നദ ലിൽ അസാതീദത്തിൽ മുതമരീനൽ ഫായിസീന ഫിൽ ഇംതിഹാനിൽ മർസൂം ലിൽ മുഅല്ലിമീന തഹത്ത റിയായത്തി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഇതാര് കൊടുക്കുന്ന സനദാ?
സമസ്ത വിദ്യാഭ്യാസ ബോർഡ് കൊടുക്കുന്ന സനത്